But my brain tells me I've been here before. Don't wanna draw any attention to all the crazy things that I shouldn't mention. Not really sure, but it feels like my feet are glued to the floor. Don't wanna open up my mouth, cause I'm afraid of what's gonna come out. Life is but a dream. This can't be happening. ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മോട്ടോടെക്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളൊരു ചെറിയൊരു റിവ്യൂ വീഡിയോ ആണ്. ഹെൽമെറ്റ് നമുക്ക് ബൈക്ക് യൂസിന് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് ഹെൽമെറ്റ്. നമ്മുടെ സേഫ്റ്റി എന്നുള്ളൊരു ഭാഗം വരുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യമാണ് ഹെൽമെറ്റ്. നമ്മളൊരു ബൈക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഹെൽമെറ്റാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വെറൈറ്റി ഓഫ് ബ്രാൻഡുകളുടെ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഹെൽമെറ്റിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ അശ്വിമോ പറഞ്ഞു തരും. ഷോപ്പിന്റെ പേര് മോട്ടോ ഗിയർ എന്നാണ്. അപ്പോൾ ബാക്കി ഷോപ്പിനെ കുറിച്ചൊക്കെ ചേട്ടൻ പറഞ്ഞു തരും. ഷോപ്പിൽ നമുക്ക് നോർമലി ISI മാർക്ക് വരുന്ന ഹെൽമെറ്റ്സ് ആണ് കൂടുതലും നോർമൽ റേഞ്ചിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നോൺ ISI ഒട്ടും പ്രൊമോട്ട് ചെയ്യാറില്ല. കാര്യം ഞാനിവിടെ ഷോപ്പ് തുടങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതലും നോൺ ISI ആൾക്കാർ വെച്ചുകൊണ്ട് പോവുകയായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ആ ട്രെൻഡ് ഒന്ന് മാറി ISIയിലോട്ട് ആൾക്കാർ വന്നു തുടങ്ങിയത്. അപ്പോൾ ഇവിടെ പിന്നെ സ്റ്റാർട്ടിങ് ഒരു 1000 rupees തൊട്ട് ഒരു 25,000 to 30,000 വരെ ഉണ്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡ്സ്. അതിലിപ്പം നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് സഫീഷ്യൻറ്റ് സ്റ്റോക്ക് കിട്ടുന്നില്ല. വൺസ് ഇൻ 3 months ആയിരിക്കും ഇമ്പോർട്ട് വരുന്ന AGV അങ്ങനത്തെ ഇമ്പോർട്ടഡ് ബ്രാൻഡ്സ്. അപ്പോൾ നമുക്ക് എപ്പോഴും സ്റ്റോറിൽ കീപ്പ് ചെയ്യാനും പറ്റില്ല ചില സ്റ്റോക്കുകളൊന്നും. ഇപ്പോൾ ഉള്ള മോഡൽസ് ഞാൻ കാണിക്കാം. അപ്പോൾ ചേട്ടാ നമുക്കൊരു എന്താ പറയുക ലോ ബഡ്ജറ്റ് ഒരു 1000 rupees തൊട്ടുള്ള മേലോട്ടുള്ള ഏതൊക്കെയാണ് ബ്രാൻഡുകളുള്ളത്? നമുക്ക് നോർമലി ഇവിടെ കൂടുതലും ഞാൻ ചെയ്യുന്നത് വേഗയും സ്റ്റഡ്സുമാണ്. പിന്നെ സ്റ്റീൽ ബേർഡ് ഉണ്ട്. ഈ ബ്രാൻഡ്സ് ഇത്രയും ബ്രാൻഡ്സിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പെയറും കസ്റ്റമറിന് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു കസ്റ്റമർ ഒരു ഹെൽമെറ്റ് വാങ്ങിച്ചോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ആ കസ്റ്റമറായിട്ടുള്ള ബന്ധം പോകില്ല. അവർ പിന്നെയും ഗ്ലാസ് മാറ്റാനും ആക്സറീസ് മാറ്റാനും അവരുടെ ഫ്രണ്ട്സിനെയും കൊണ്ടുവരണം. അതാണ് ബിസിനസ്. അപ്പം നമുക്ക് ഇതൊക്കെയാണ് നോർമലി ഒരു 1000 റേറ്റ്. ഇതൊക്കെ ഹാഫ് ടൈപ്പ് ഹെൽമെറ്റ്സ് ആണ്. ഇതെല്ലാം ISI മാർക്ക്ഡ് ആണ്. പിന്നെ ഇത് വേഗയുടെ ഫുൾ ഫേസ് ആണ്. ഇത് 1088 വരും. അങ്ങനെ ഓരോ ഡിസൈനും ഓരോ മോഡൽ ഷേപ്പിനും വ്യത്യാസം വരും. ഓക്കെ. പിന്നെ വരുന്നത് ഒരു 2000 റേഞ്ചിലാണ്. അത് കുറച്ചുകൂടെ ഇപ്പം പോപ്പുലർ ആണ്. സ്റ്റഡ്സ് തണ്ടർ എന്ന് പറയുന്ന മോഡൽ പയ്യന്മാർക്ക് ഏറ്റവും കൂടുതലും ഗ്രാഫിക്സ് ഡിസൈൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാറ്റ് ഫിനിഷ് ആണ്. ഗ്ലോസിയും വരും, പക്ഷെ അത് വളരെ റെയറാണ്. ഈ റോയിൽ നമുക്ക് ഇരിക്കുന്ന സ്റ്റഡ്സിന്റെ തണ്ടറാണ്. ഇത് വളരെ പോപ്പുലർ ആണ് ഇപ്പം പയ്യന്മാരുടെ ഇടയിൽ. ഒരുപാട് ഗ്രാഫിക്സ്. ഇത് മാറ്റ് ഫിനിഷ് ആണ്. പിന്നെ ഇതും ISI മാർക്ക്ഡ് ആണ്. പിന്നെ ഇതിന്റെ പാഡിങ്സ് എല്ലാം റിമൂവബിൾ ആണ്, വാഷബിൾ ആണ്. ഇത് 1875 ആണ് ഇപ്പോൾ സ്റ്റാർട്ടിങ് വരുന്നത്. അവർക്ക് ഇഷ്ടം പോലെ വെറൈറ്റി ഓഫ് ഹെൽമെറ്റ്സ് ഉണ്ട്. അവർ ഇപ്പോൾ തന്നെ വരുമ്പോൾ തന്നെ സിൽവർ വൈസറാണ് അവർ കൊടുക്കുന്ന കമ്പനി. പിന്നെ ഇതിൽ തന്നെ കൂടുതൽ ഇത് മാറ്റ് ഫിനിഷാണ് വരിക. വളരെ റെയറായിട്ട് മാത്രമാണ് ക്ലിയർ ഫിനിഷ് നമുക്ക് കിട്ടുന്നത്. ഇതും പറഞ്ഞ പോലെ നമുക്ക് വളരെ ക്വാണ്ടിറ്റി കുറവാണ് കിട്ടുന്നത്. നമ്മൾ ഓർഡർ ചെയ്യുന്നത് ഇത് വളരെ കുറവാണ്. ഇപ്പം കോവിഡൊക്കെ ആയതുകൊണ്ടായിരിക്കാം സഫീഷ്യൻറ്റ് സ്റ്റോക്ക് നമുക്ക് കിട്ടുന്നില്ല. പിന്നെ ഇത് വേഗയുടെ ഡുവൽ ആണ്. ഇത് 2000 ഉള്ളിൽ വരുന്നതാണ്. ഇതും ISI ഉള്ളതാണ്. ഇതും റിമൂവബിൾ. പാഡിങ് എല്ലാം റിമൂവബിൾ ആൻഡ് വാഷബിൾ ആണ്. ഇത് 1800 ആ റേഞ്ചിൽ വരും. ഇത് സ്റ്റഡ്സിന്റെ സെയിംസ് ആണ്. അതിന്റെ ഡുവൽ വൈസർ വരുന്നത്. ഇത് പക്ഷേ 2265 ആ റേഞ്ച് വരുന്നതാണ്. ഇത് കുറച്ചുകൂടെ പാഡിങ്സ് ഒക്കെ നല്ല പാഡിങ്സ്. ഇതും വാഷബിൾ ആയിട്ടുള്ള എല്ലാം വാഷബിൾ ആണ്. ഇത് ISI സർട്ടിഫിക്കേഷൻ. ഇതെല്ലാം 1300 ഗ്രാമിന്റെ ഒരു മോഡലാണ്. പിന്നെ നമുക്ക് ഓഫ് റോഡ് ടൈപ്പ് വരും. ഇപ്പൊ കൂടുതലും ഓഫ് റോഡ് ബൈക്സ് വരുന്നുണ്ട്. പിന്നെ ഹിമാലയ, എക്സ്പൾസ് അങ്ങനത്തെ
ടൈപ്പ് കസ്റ്റമർ ഒരുപാട് പേര് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതും ഗോഗിൾസ് ഒക്കെ വെക്കുന്നുണ്ട്. സ്റ്റാർട്ടിങ് നമുക്ക് ഒരു 750 to 850 ഉണ്ട്. പിന്നെ അങ്ങോട്ട് ഒരുപാട് നല്ല ബ്രാൻഡ്സ് ഉണ്ട്. 100% ഉണ്ട്. 100% ഉള്ള നല്ല ബ്രാൻഡാണ്. അതൊരു 3500 ആ റേഞ്ച് അപ്രോക്സിമേറ്റ്. അപ്പൊ പിന്നെ നോർമൽ ഇതൊക്കെ 2096 വരും. ആ റേഞ്ച് 2000 റേഞ്ചിൽ വരുന്നതെല്ലാം. അതെ, വേഗം. ഇത് സ്റ്റീൽ ബേർഡ് ആണ്. പിന്നെ വരുന്ന പ്രീമിയം, അടുത്ത പ്രീമിയം ആണ്. ഇത് റൈഡെക്സ് എന്ന് പറയുന്ന ബ്രാൻഡാണ്. നമ്മൾ ട്രിവാൻഡ്രത്തെ ഡീലറാണ്. അപ്പം നമുക്ക് ഇത് അത്യാവശ്യം നമുക്കിപ്പോൾ സഫീഷ്യന്റ് സ്റ്റോക്ക് ഉണ്ട്. ഒരുപാട് കസ്റ്റമർ ബേസ്. റൈഡെക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു എന്താ പറയുക AGVയുടെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ അത് ഒരു ബ്രാൻഡ്, അതായത് ഒരു ഹെൽമെറ്റ് AGVക്കുള്ള ഒരു ഹെൽമെറ്റ് പോലെ അവരൊരു ഡിസൈൻ ഉണ്ടാക്കി. അപ്പൊ ആ ഡിസൈനാണ് കൂടുതലും ഹിറ്റായത്, ആ പെയിൻ സ്കീം. അപ്പം അങ്ങനെയുള്ളവരാണ്. അപ്പം അതിപ്പോൾ കാണിക്കാനായിട്ടില്ല. അപ്പം അവർക്ക് ഒരുപാട് മോഡൽസ് ഉണ്ട്. 4590 കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സിംഗിൾ വൈസർ. ഡുവൽ വൈസർ ആകുമ്പോൾ 5500. ഇതൊക്കെ ഫുൾ ഒരു ഗ്ലോസി. ഇത് ഫുൾ അവരുടെ അപ് ടു ഡേറ്റ് കളക്ഷൻസ് ആണ്. അപ്പം ഞാൻ ഈ ഒരുപാട് സ്റ്റോക്ക് എടുത്ത് റൈഡെക്സിൽ കൂടുതൽ നമുക്ക് മാറ്റി ആയിട്ടുള്ള മോഡൽസ് വരുന്നില്ലല്ലോ, കൂടുതലും ഗ്ലോസി. മാറ്റി ഉണ്ട്, പക്ഷെ ഞാൻ മാറ്റ് പോകുന്നത് പോലെയാണ് ഞാൻ എടുത്തു വെക്കാറ്. നമ്മുടെ കസ്റ്റമറുടെ ടേസ്റ്റ്. കാരണം ഞാൻ ഒരിക്കലും ഒരു 100 പീസ് എടുത്ത് സ്റ്റോക്ക് ചെയ്യൂല. നമുക്കൊരു ഒരു 24 പീസാണ് നമ്മുടെ ആവശ്യമെങ്കിൽ അത് എടുത്ത് സ്റ്റോക്ക് ചെയ്ത് തീർന്നിട്ട് എടുക്കുകയുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കസ്റ്റമർ നമ്മൾ ഫോഴ്സ്ഫുള്ളി പഴയ സ്റ്റോക്ക് അടിച്ചേൽപ്പിക്കുന്നതിന് തുല്യമാണ്. മനസ്സിലായത്? അപ്പോൾ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാറില്ല. സഫീഷ്യൻറ്റ് സ്റ്റോക്ക് നമുക്ക് എത്രയാണോ വേണ്ടത് നമ്മൾ ഗോഡൗണിൽ കീപ്പ് ചെയ്യും. പിന്നെ വരുന്ന SMK ഉണ്ട്. SMK ഇപ്പം അവർ പ്രൈസ് ഹൈക്ക് ചെയ്തു. 4500 ആ റേഞ്ച് ആയി ഡുവൽ വൈസറിന്. ഇതിന് മുമ്പ് വരെ ആദ്യം 4300 ഒക്കെ ആയിരുന്നു. ഇപ്പം അവർ പ്രൈസ് കൂട്ടിയിട്ടുണ്ട്. ഇത് ഡുവൽ വൈസറാണ്, വിത്ത് ആൻറ്റി ഫോഗ് വൈസറാണ് ഇതിൽ വരുന്നത്. അപ്പം മഴയത്ത് നമ്മൾ ഓടിക്കുമ്പോഴും ഫോഗ് അടിക്കത്തില്ല. ആന്റി ഫോഗിന്റെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ റൈഡെക്സിന് ആന്റി ഫോഗിന്റെ ഓപ്ഷൻ ഉണ്ട്, പക്ഷെ അവർക്ക് നമ്മളത് എക്സ്ട്രാ മേടിച്ചു വരും. 899 ആണ് അവരുടെ കോസ്റ്റ്. NHKക്ക് വന്നിട്ട് നമുക്ക് NHKക്ക് ഓപ്ഷൻ ഉണ്ട്. NHKയുടെ ഏത് ബ്രാൻഡ് ഇപ്പോൾ മോഡൽ ഏതൊക്കെയാണ്? NHK ഇരിക്കുന്ന അപ്പുറത്താണ്. LS2 നോക്കാം. LS2 ഇത് ഡ്യുവൽ വൈസർ വരുന്നതാണ്. ഇത് 6500 ആണ് ഇതിന്റെ റേറ്റ്. ഇത് സിംഗിൾ വൈസർ ആണ്. ഇത് 4750 വരും. ഇതൊക്കെ എങ്ങനെയാ ഒരു IFF സർട്ടിഫിക്കേഷൻ മാത്രമുള്ള ഒരു ബ്രാൻഡാണ്. ഇവർക്ക് വരുന്നത് ആണ് ഈ ഷെല്ലിന് വരുന്നത്. അത് യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സ്. പിന്നെ നല്ല മറ്റേ നമ്മുടെ നോർമൽ ഹെൽമെറ്റ്സിനെക്കാളും നല്ല ഭയങ്കര പാഡിങ്സ് ആണ്. ഭയങ്കര കംഫർട്ടായിരിക്കും. ഇതെങ്ങനെയാണ് വാഷബിൾ ടൈപ്പ്? എല്ലാം വാഷബിൾ. ഇത് നമുക്ക് എങ്ങനെയാണ് പിൻലോക്കോട് ഉള്ളതാണോ? ഇതിന് പിൻലോക്ക് ഇല്ല, നമ്മൾ ആഡ് ചെയ്യണം. നമുക്ക് ഇപ്പൊ തന്നെ ഒരുപാട് ബ്രാൻഡ്സ് നമുക്ക് അല്ലാതെ തന്നെ നമുക്ക് പിൻലോക്സ് മേടിക്കാൻ കിട്ടും, സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. അത് മേടിച്ചാൽ ഇതും ആണ്, ഈസി സർട്ടിഫൈഡ് ആണ്, യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സ് ആണ്. ഇത് 4750. വന്നിട്ട് കുറച്ച് എന്താ പറയുക, വെയിറ്റ് കുറച്ച് ലെസ് ആയിട്ടുള്ള ഒരു മോഡലാണ്. ഈ മോഡലിന് വെയിറ്റ് കുറവാണ്, കാര്യം ഒരു 50 ഗ്രാം കുറവായിരിക്കും. അത് എപ്പോഴും എങ്ങനെയാന്ന് വരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്യുവൽ വൈസർ വരുന്ന ഹെൽമെറ്റിന് 50 ഗ്രാം കൂടുതലായിരിക്കും. അങ്ങനെയാണ് വ്യത്യാസം വരുന്നത്. ബാക്കിയുള്ള എല്ലാത്തിനും ഒരു സെയിം റേഞ്ച്. എടാ, നമ്മളൊരു ഹെൽമെറ്റ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടുതലും എല്ലാവരും വന്നിട്ട് ഇപ്പം പണ്ടത്തെ സെനാരിയോ എന്ന് പറഞ്ഞാൽ കസ്റ്റമർ വന്ന് നമ്മുടെ അടുത്ത് ചോദിക്കും ഏത് ഹെൽമെറ്റ് കൊള്ളാം. ഇപ്പൊ പക്ഷെ അത് വളരെ കുറഞ്ഞു. കസ്റ്റമർ എല്ലാം നമ്മുടെ റിസർച്ച് ചെയ്തു, റിവ്യൂ ഒക്കെ ചെയ്തിട്ടാണ് കസ്റ്റമർ എനിക്ക് ഇന്ന ഹെൽമെറ്റ് ഉണ്ടോ എന്ന് പറഞ്ഞാണ് കസ്റ്റമർ ഇപ്പോഴത്തെ ട്രെൻഡ്. അപ്പം നമ്മൾ കൂടുതലും പറഞ്ഞു കൊടുക്കാറുണ്ട് കസ്റ്റമറിനോട് നല്ല ക്വാളിറ്റി. അതായത് ഇപ്പം ആക്സോറിന് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്, ആന്റി ഫോഗ്ഡ് ആണ്. അപ്പൊ അവർക്കൊക്കെ ഒരുപാട് നല്ല. ആദ്യം നമ്മൾ അതാ പറയുന്നത്, പിന്നെ SMK കാണിക്കും, ഇത് പിന്നെ LS2. ഒരു മീഡിയം റേഞ്ച്, ഒരു 5000 ആ റേഞ്ചിൽ വരുന്ന ഒരു കസ്റ്റമറിനാണെങ്കിൽ ചേട്ടൻ ഏതാണ്? ആക്സോർ, ഓബിയസ്ലി ആക്സോറെ പറയും. കാര്യം രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് എപ്പോഴും അതിന്റെ ആക്സറീസ് കിട്ടും. സ്പെയർസ് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് അവരുടെ വെബ്സൈറ്റിൽ ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് വീട്ടിൽ വരും. നിങ്ങൾ ഒരിക്കലും ഒരു കടക്കാരനെയോ ഒരു ഷോപ്പ് ഓണറിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ വൺസ് ഒരു ഹെൽമെറ്റ് വാങ്ങിക്കാനും ഗ്ലാസ് സ്പെയർ ആയിട്ട് ആക്സറീസ്
ഗ്ലാസ് വാങ്ങിക്കാനും വന്നാൽ അതും നിങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടും. അതാണ്. അപ്പം ഒരിക്കലും ഒരു കസ്റ്റമർ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈവൻ ഈ വെൻസ് പോലും നിങ്ങൾക്ക് ഓൺലൈൻ വാങ്ങിക്കാൻ കിട്ടും. അതാണ് മെയിൻ അഡ്വാൻറ്റേജ്. ബാക്കിയുള്ള എല്ലാ കമ്പനീസും മെയിൻ പ്രശ്നം സ്പെയർ ആരും അങ്ങനെ ചെയ്യില്ല. കാര്യം ഓരോ ഹെൽമെറ്റ്സിനും ഓരോ വൈസേഴ്സ് ആണ്. ഇപ്പം ഈ ഒരു മോഡലിന് വൈസർ വേറെ വൈസറാണ്, അടുത്ത മോഡലിന് വേറെ. എൻ്റെ കയ്യിൽ ഓൾമോസ്റ്റ് എല്ലാം സ്റ്റോക്ക് ഉണ്ട്. പിന്നെ കമ്പനി സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഇപ്പൊ സ്റ്റോക്ക് ഇല്ലാത്തതാണ് ആക്സോർ. അത് കിട്ടാൻ കുറച്ച് പാടാണ്, വെബ്സൈറ്റിലും ഇല്ല. അപ്പൊ അത് നെക്സ്റ്റ് വീക്കിൽ വരും. ബാക്കി എല്ലാ വൈസേഴ്സും സ്റ്റോക്ക് ഉണ്ട്. NHKയുടെ വൈസറും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ. വൈസർ ഫസ്റ്റ് കൺസൈൻമെന്റിൽ എനിക്കിപ്പോൾ ഡീലർഷിപ്പ് ആയതേ ഉള്ളൂ. ഫസ്റ്റ് കൺസൈൻമെന്റിൽ ഞാൻ ഹെൽമെറ്റ്സ് എടുത്തു. സെക്കൻഡ് കൺസൈൻമെന്റ് നെക്സ്റ്റ് വീക്കോടെ വരും. അതിൽ വൈസേഴ്സ് ഉണ്ടാവും. അപ്പൊ ഈ ബ്രാൻഡൊക്കെ നമുക്ക് ഇതിലൊക്കെ ഇപ്പൊ വേറെ വൈസേഴ്സും കാര്യങ്ങളും അവൈലബിൾ ആയിട്ട് നമുക്ക് വേറെ ആഡ് ഓൺ ചെയ്യാം. ഓരോ ബ്രാൻഡ്സിനും ഓരോ വിലയാണ്. ഇപ്പൊ 1000 രൂപ, ഇപ്പം ആക്സോറിന് 1050. ചേട്ടാ ഇപ്പൊ NHKയുടെ എൻ്റെ ഒരു ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ വന്നിട്ട് നമുക്ക് എന്താ പറയുക, ഈ വൈറ്റ് ആയിട്ടുള്ള വൈസറല്ല, മീൻസ് ഡാർക്ക് ആയിട്ടുള്ള ബ്ലാക്ക് ടൈപ്പ് വൈസറാണ്, കൂളിംഗ് വൈസറാണ് വന്നിട്ടുള്ളത്. അപ്പൊ അത് ചേഞ്ച് ചെയ്യുമ്പോൾ ഇപ്പൊ നമുക്ക് നൈറ്റ് വിഷനും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏത് പ്ലെയിൻ ആയിരിക്കും കൂടുതലും. എന്റെ അറിവിൽ പ്ലെയിൻ ആണ് കമ്പനിയിൽ നിന്ന് വരുന്നത്. പിന്നെ അവരെനിക്ക് തോന്നുന്നു ലിമിറ്റഡ് കളക്ഷൻസിലായിരിക്കും അങ്ങനെ ആഡ് ഓൺ ചെയ്യുന്നത്. ലൈക്ക് തണ്ടറൊക്കെ വരുന്നില്ല. എപ്പോഴും നമുക്ക് ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്നവര് കൂടുതൽ യൂസ് ചെയ്യേണ്ട പ്ലെയിൻ. കാരണം നമുക്കൊരു മഴ വന്നാലും നമുക്ക് ഇത് ചെയ്യാം. ഇപ്പൊ ഈ NHKയുടെ ഇത് 5200 വരുന്നതാണ്. ഇതൊരു മാറ്റ് ഫിനിഷ്. ഇത് കുറച്ച് ഈ ഫങ്കി കളേഴ്സ് ആഗ്രഹിക്കാത്തവര് കൂടുതൽ ഇതിൽ നമുക്ക് 3 സർട്ടിഫിക്കേഷൻസ് വരുന്ന ഒരു മോഡൽ. അതെ, ഇത് സ്നെൽ അപ്രൂവ്ഡ്. ചില ഇവരുടെ കൂടിയ മോഡൽസ് ഒക്കെ സ്നെൽ അപ്രൂവ്ഡ് ആണ്. പിന്നെ ഡോട്ട് വരും. പിന്നെ അതെ, SNI സർട്ടിഫിക്കേഷൻ. പിന്നെ ഇവർക്ക് കുറച്ചുകൂടെ ഈ പാഡിങ്സിൽ കുറച്ചുകൂടെ സോഫ്റ്റർ ആണ് ഇവരുടെ. ഇപ്പം നമുക്ക് ഈ 2000 റേഞ്ച് പോയി കഴിഞ്ഞാൽ എല്ലാം വാഷബിൾ. പിന്നെ ആക്സോറിന്റെ ഒക്കെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഷെല്ലെല്ലാം സെയിം ആയിരിക്കും. നമുക്ക് അതിൻ്റെ അകത്തുള്ള ഇന്നർ പാഡിങ്സിലാണ് സൈസ് മാറും. ഇപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെൽമെറ്റ് നിങ്ങൾക്ക് വേറൊരാൾക്ക് കൊടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പാഡിങ് മാറ്റി ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് വാങ്ങാൻ കിട്ടും, സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടും, ആക്സറി ആയിട്ട് കിട്ടും. പക്ഷേ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ഹെൽമെറ്റ് അതേ വേറൊരു ഫ്രണ്ടിന് കൊടുത്തു കഴിഞ്ഞാൽ ആ പാഡിങ് വ്യത്യാസം വരും. പിന്നെ നിങ്ങൾ ഭാവിയിൽ ഉപയോഗിക്കുമ്പോഴത്തേക്കും തലയിൽ നല്ല ലൂസായിരിക്കും. അപ്പോൾ ഒരു ഓൺലൈനായിട്ട് ഒരു ഹെൽമെറ്റ് വാങ്ങുന്നതിന് ചേട്ടൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ? അങ്ങനെ പ്രൊമോട്ട് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ അത് കസ്റ്റമറുടെ ഇഷ്ടമാണ്. ഇപ്പൊ ഒരുപാട് കസ്റ്റമർ അങ്ങനെ ഒരിക്കലും പോകില്ല. ഒരു 10% താഴെയുള്ള കസ്റ്റമറെ ഓൺലൈൻ പ്രൊമോട്ട് ചെയ്യുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ കസ്റ്റമറിന് എപ്പോഴും കംഫർട്ട് വെച്ച് നോക്കണം. ഏത് ബ്രാൻഡാണ് കൊള്ളാവുന്നത്, അവരുടെ സൈസ് അവർക്ക് ഒരുപാട് ഡിഫറൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം കിട്ടാനില്ലാത്ത മോഡൽസ് നമ്മൾ ഒരുപാട് ഷിപ്പ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതൽ ചെയ്യുന്നത് നമുക്ക് എല്ലാ ഹെൽമെറ്റ്സിന്റെ ബാക്കിൽ സൈസസ് മെഷർമെന്റ് കൊടുത്തിട്ടുണ്ട്, സെന്റിമീറ്റർ. നമ്മളപ്പോൾ നെറ്റിയുടെ മെഷർമെന്റ് മാത്രം എടുക്കാൻ പറയുന്നു. എടുത്തിട്ട് അപ്പം അതിലും ഡൗട്ട് ഉള്ളവർക്ക് നമ്മൾ അടുത്തുള്ള സ്റ്റോറിൽ പോയി ഏതെങ്കിലും ഒരു ബ്രാൻഡ്, ഇപ്പോൾ എടുക്കുന്ന ബ്രാൻഡ് ഇപ്പോൾ SMK ആണെങ്കിൽ SMK പോയി വെച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അറിയാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഷിപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഷിപ്പിംഗ് നമുക്ക് ഓൾ ഓവർ ഇന്ത്യ എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. ഓൾ ഓവർ കേരള ഞാൻ ഫ്രീ ആയിട്ടാണ് ഷിപ്പ് ചെയ്യുന്നത്. ഇന്ത്യയിലാണ് ചാർജസ് നമ്മൾ ചെയ്യുന്നത്. ചെറിയൊരു ചാർജേ വരുള്ളൂ, വലിയ ചാർജസ്. നമ്മുടെ വീഡിയോ കണ്ട് വരുന്നവർക്ക് എന്തെങ്കിലും ചെറിയ ഡിസ്കൗണ്ടും കാര്യങ്ങളും ഉറപ്പായിട്ട്. അടുത്ത് നമുക്ക് വേറെ ബ്രാൻഡുകൾ. പിന്നെ SMKയുടെ സിംഗിൾ വൈസറാണ് താഴെ ഇരിക്കുന്നത്. ഇത് ഇത്രയും ഇതൊട്ട് ഇത് LS2 ആ. ഇത് കുറച്ച് അത്യാവശ്യം, ഇത് നോർമൽ ആണ്, സ്റ്റീൽ ബേർഡിന്റെ ആണ്, റോബോട്ട് എന്ന് പറയുന്ന മോഡൽ. ഇതും കുറച്ച് അത്യാവശ്യം പുതിയൊരു ട്രെൻഡാണ്. ഇത് സിംഗിൾ ആണ്. കുറച്ച് എന്താ പറയാ, പുതിയൊരു മോഡലായിട്ട് നമുക്ക് സ്റ്റീൽ ബേർഡിൽ കാണാത്തൊരു. ഒരുപാട് പേര് സ്റ്റീൽ ബേർഡ് ഇഷ്ടപ്പെടുന്നവരുണ്ട്. അവര് കൂടുതലും ഇതൊക്കെയാ ചോദിക്കുന്നത്. ഇത് സ്റ്റീൽ ബേർഡ് ആണ്. ഇതൊക്കെ എങ്ങനെയാണ് റേറ്റ് വരുന്നത്? ഇത് 2000 ആ റേഞ്ചിൽ വരും. 2100 ഒരു നോർമൽ ഈ ഒരു കാറ്റഗറി എടുക്കുന്ന കൂടുതലും ഈ ഒരു നോർമൽ ഒരു കോളേജിൽ പഠിക്കുന്ന 12ാം ക്ലാസ് കോളേജിൽ കയറുന്ന പിള്ളേരൊക്കെ കൂടുതൽ ഇപ്പൊ ഇത് യൂസ് ചെയ്തിട്ടാണ് അതിലോട്ട് പോകുന്നത്. പിന്നെ വേറെ ബ്രാൻഡുകളുണ്ട്. വേറെ ആക്സോർ ഉണ്ട്. ഇത് ആക്സോർ അപ്പെക്സ് എന്ന് പറയുന്ന ഷെല്ലാണ്. അതിൽ വരുന്ന ഗ്രാഫിക്സ് ആണ്. ഇത് മുകളിലിരിക്കുന്ന എല്ലാം വെനമസ് എന്ന് പറയുന്നതാണ്. ഇത് ഒരു നല്ലതുപോലെ പൊക്കോണ്ടിരുന്ന സാധനമാണ് വെനമസ് സീരീസ്. പിന്നെ ഇതിപ്പോ പുതിയ ലോഞ്ചാണ് പണ്ടർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ
സ്കീംസ് ഉണ്ട്. പിന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ കസ്റ്റമർ കൂടുതലും എടുക്കുന്ന ബ്ലാക്ക് ആണ്. അവർക്ക് കസ്റ്റമൈസ് ചെയ്യാൻ ഇപ്പൊ അതാണ് ട്രെൻഡ്, ഹെൽമെറ്റ് കസ്റ്റമൈസ് ചെയ്യുക. അപ്പൊ കൂടുതലും ബ്ലാക്ക് പോകുന്നുണ്ട്. പിന്നെ ഇത് ഗ്ലോസി ബ്ലാക്ക് ആണ്. പിന്നെ സിംഗിൾ വൈസർ മോഡലാണ്. ഇതെല്ലാം ഡബിൾ. ഇത് ഡബിൾ വൈസർ വരും, ആന്റി ഫോഗിന്റെ ഇത് വരും. പിന്നെ ഇതെല്ലാം 4994 ആണ്. പിന്നെ വേറെ പിന്നെ നമുക്ക് ആക്സോ റേഞ്ച് ഉണ്ട്. ഇത് സിംഗിൾ വൈസർ ആണ്. ഇതൊരു പുതിയൊരു പുതിയ സ്കീം. അവർ ഈ എല്ലാ മന്തും ഇങ്ങനെ ഇതും 100 ആണോ? അല്ല, റേഞ്ച് എന്ന് പറയുന്ന റേഞ്ച് എന്ന് പറയുന്ന ഷെല്ലിലെ ഒരു പുതിയൊരു ഗ്രാഫിക്. പക്ഷെ ഇത് സിംഗിൾ വൈസർ ആണ്. പക്ഷെ ആന്റി ഫോഗ് ഒന്നും ഉണ്ടാവില്ല. ഇതെങ്ങനെയാണ് റേറ്റ് വരുന്നത്? ഇത് 3410. അപ്പൊ അപ്പെക്സ് വെനമസ് എങ്ങനെയാണ് വരുന്നത്? വെനമസ് 4994. നമുക്ക് അപ്പെക്സും വെനമസും ഒരേ സെയിം റേഞ്ചിലാണ്. അപ്പെക്സും വെനമസും സെയിം ആണ്. അത് ഒരേ ഷെല്ലിന്റെ പേരാണ് അപ്പെക്സ് എന്ന്. അപ്പൊ ഓരോ മോഡൽ വരും. അതായത് ഇപ്പം അത് വെനമസ്, ഇത് 100, എല്ലാം ഒരേ ഷെല്ലിലാണ്. ഇതൊക്കെ നമുക്ക് ഇതൊക്കെ MTയുടെ ആണ്. കുറച്ച് നല്ല ഗ്രാഫിക്സ് ആയിട്ടുള്ള ഒരു മോഡലാണ്. അവർക്ക് കുറച്ചുകൂടെ നല്ല ഗ്രാഫിക്സ് വരുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഹെവി കളേഴ്സ് വരുമ്പോൾ MT പെയിന്റ് വാറണ്ടി കൊടുക്കില്ല. ഷെയ്ഡ് അവരത് ഹെൽമെറ്റ് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതല്ലേ ഇതിൽ എഴുതിയിട്ടുണ്ട്, അറ്റൻഷൻ ഹൈവേസ് കളേഴ്സ് ക്യാൻ ഡാമേജിങ് ഹാർഷ് UV ലൈറ്റ് എന്ന്. നമുക്ക് നമ്മുടെ എന്താ പറയുക MTയുടെ ഹെൽമെറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതേത് മോഡലാണ്? ഇത് MT ടർബോ എന്ന് പറയുന്ന മോഡലാണ്. ഇതിപ്പം അധികം അങ്ങനെ ആരും മേടിക്കാറൊന്നുമില്ല. പിന്നെ കാരണം എല്ലാവരും വന്ന് ചോദിക്കുമ്പോൾ തന്നെ അവർ നമ്മൾ സ്പെസിഫിക്കേഷൻസ് പറയാൻ അവർ ഓബിയസ്ലി ആക്സോറിലോട്ടാണ് പോകുന്നത്. പിന്നെ ഇത് ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കുന്നത്. പക്ഷേ കുറച്ച് MT ആ ഒരു സമയത്ത് ചേട്ടൻ പറഞ്ഞ പോലെ ലോക്ക്ഡൌൺ ടൈമിൽ കുറച്ച് കൂടുതലായിട്ട് കണ്ടുവന്നൊരു മോഡലാണ്. നമുക്ക് എപ്പോഴും കസ്റ്റമർ ഒരുപാട് വ്യത്യാസം. ചിലര് MT ചോദിച്ചു വരുന്നവരുണ്ട്, അവർക്ക് MT ആണ് ആവശ്യം. പിന്നെ ഇതെല്ലാം MT ആണ്. പിന്നെ NHK ഇതിൽ കുറച്ച് കളക്ഷൻ. ഇതൊക്കെ നമുക്കൊരു പുതിയ ഒരു മോഡലാണ്. ഇത് പണ്ട് തൊട്ടേ ഉള്ളതാണ്. ഈ ഒരു ഗ്രാഫിക്സും നേരത്തെ ഉള്ളതാണ്. ഇതൊക്കെ പുതിയ ഒന്നുമല്ല. പുതിയ അറൈവൽ എന്ന് പറയുന്ന ഹമ്മർ എന്ന് പറയുന്ന ഡിസൈനാണ്. ഇതാണ് പുതിയ ഡിസൈൻ, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ്. അവർക്ക് ഒരു സ്പോട്ടി സ്പോയിലർ ഒക്കെ വെച്ചിട്ട് അവർ കൊണ്ടുവന്നു. ഇതൊരു പുതിയ ഷെല്ലാണ്. കാണാൻ കുറച്ച് നല്ല. പക്ഷേ ഇതും പെയിന്റ് ഷെയ്ഡാവുന്ന ഒരു ഇഷ്യൂ നമുക്ക് ഇതിലും പെയിന്റ് വാറണ്ടി MTക്ക് ഇല്ല, അവർ കൊടുക്കില്ല. ഇത് നമുക്ക് അത് ഒരുപാട് കസ്റ്റമർ കംപ്ലൈന്റ് ആയിട്ട് വരാറുണ്ട്. നമ്മൾ അതുകൊണ്ട് ആദ്യമേ പറയും പെയിന്റ് വാറണ്ടി ഉണ്ടാവത്തില്ല. അതേസമയം ആക്സോറിനൊക്കെ പെയിന്റ് പൊള്ളി ഇളവി അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് റീപ്ലേസ്മെന്റ് വാറണ്ടി അപ്പം തന്നെ പുതിയ ഹെൽമെറ്റ് നിങ്ങൾക്ക് കിട്ടും. അതാണ് വ്യത്യാസം. പക്ഷെ പാഡിങ്ങും കാര്യങ്ങളും ഇതെല്ലാം വാഷബിൾ ആയിട്ടുള്ള എല്ലാം വാഷബിൾ. ഇതിൽ നമുക്ക് ഇപ്പൊ അവര് ഡീലോക്കിന്ന് മാറി ഈ മോഡലൊക്കെ എങ്ങനെയാണ്? ഡീലോക്ക് ആണ് വരുന്നത്. ഇതിനെല്ലാം നോർമലാണ്. ഇത് ഇപ്പം ഈ ടർബോയ്ക്ക് മാത്രം ഡീലോക്ക് ഉണ്ട്. അത് ഓരോ സമയത്ത് അവർ ഇറക്കുന്നതാണ്. ആക്സോറിന് ഫുള്ള് ഡീറിംഗ് ആണ്. എപ്പോഴും നമുക്ക് ഡീറിംഗ് ആണ് സേഫ്റ്റി. ഡീറിംഗിന്റെ ഒരു സേഫ്റ്റി കാര്യം. അതായത് ഇതിൽ നമുക്ക് ഈ ലോക്ക്, അതായത് നമ്മൾ കയറി വെക്കുന്ന ക്ലിപ്പ് ഒരു ഫോളിൽ നമുക്ക് ഇത് പൊട്ടിപ്പോവാം. പക്ഷെ മറ്റേ നമ്മൾ ക്ലിപ്പ് ചെയ്താണ് വെക്കുന്നത്. നമ്മൾ ടൈറ്റിൽ ക്ലിപ്പ് ചെയ്യുമ്പോൾ അത് ഒരിക്കലും നമ്മുടെ തലയിൽ നിന്ന് ഊരി പോകുന്നില്ല. അതാണ് വ്യത്യാസം. അതേപോലെ തന്നെ നമുക്ക് ഓൺലൈനായിട്ടൊരു ഹെൽമെറ്റ് എടുക്കുന്നതിനെക്കാട്ടി ഒരു ഷോപ്പിൽ പോയിട്ട് സൈസ് നമ്മൾ വെച്ച് നോക്കി കംഫർട്ട് എടുക്കുന്ന ഒരു ഇതാണ് നല്ലത്. പിന്നെ അവരെന്ത് ആവശ്യം ഉണ്ടെങ്കിലും നമ്മുടെ ഷോപ്പിൽ വന്ന് മേടിച്ചോളൂ. ഇപ്പൊ അവരുടെ ഫ്രണ്ട്സ് റെഫർ ചെയ്യാനാണെങ്കിലും ആക്സറീസ് എന്താണെങ്കിലും മേടിച്ചോളൂ. പിന്നെ ഇതൊക്കെ എങ്ങനെയാണ് റേറ്റ് വരുന്നത്? ഇത് ആസ്പിഡയാണ്. പിന്നെ ഇത് തണ്ടർ 3 എന്ന് പറഞ്ഞ തണ്ടർ 3. ഇത് വന്നിട്ട് ഡ്യുവൽ വൈസർ ആണ്. പക്ഷേ 6600 ആണ് ഇവരുടെ പ്രൈസിംഗ് വരുന്നത്. നോർമൽ ടൈപ്പ് ഇതൊക്കെ ആണെങ്കിൽ എത്രയാണ്? ഇത് ഹമ്മർ എന്ന് പറയുന്നത് 5250 ആണ്. ഇതിനെക്കാട്ടി പാഡിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എന്താ പറയുക, ഇത് കുറച്ചുകൂടെ കംഫർട്ട് ഉണ്ടാവും. ചെറിയ കംഫർട്ട് ഉണ്ടാവും. ഓരോ ഷെല്ലിനും വ്യത്യാസം ഉണ്ടാവും പാഡിങ്സ്. ഇതിനെക്കാട്ടി പാഡിങ്ങിൽ കുറച്ചുകൂടെ. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് സൈസിങ് ഇതിലാണ് മാറുന്നത്. പാഡിങ് കൂടുന്നതും സൈസിങ്ങിന്റെ ഡിഫറൻസ്. MTയുടെ ചില മോഡൽസ് വ്യത്യാസം വരും. ആ പാഡിങ്സിന്റെ ക്ലിപ്പിന് വ്യത്യാസം അവർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ആക്സിസ് ആണ്. ആക്സിസ് ഇത് MTയുടെ ഒരു ബ്രാൻഡ് തന്നെയാണ്. ആക്സിസ് MTയുടെ ആണ്. അതെ. MT പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ്? ഇതെല്ലാം പുറത്തുനിന്ന് വരുന്ന ബ്രാൻഡ്സ്, എല്ലാം ഇമ്പോർട്ടഡ് ബ്രാൻഡ്സ് ആണ്. പിന്നെ ഇത് ഓരോ റേറ്റിംഗ്. ഇപ്പം ഇതിനിപ്പോ ഷാർപ്പ് 3 ഇത് എന്ന് പറയുന്ന ഒരു ഇതാണ്. ഷാർപ്പ് 3 റേറ്റിംഗ് എന്ന് പറയുന്ന ഒരു സേഫ്റ്റി. ടർബോ എന്ന് പറയുന്ന ഒരു. പിന്നെ ഇത് ഷാർപ്പ് 4 റേറ്റിംഗ് ആണ്.
ഓരോന്നിനും അതിന് ചിലപ്പോൾ അതിന് ഇതാ വരുന്നത് ഡോട്ടും ഡോട്ടും നമുക്ക് ഈ മോഡൽ. ഇതൊക്കെ എങ്ങനെയാണ് പ്രൈസ് റേഞ്ച് വരുന്നത്? MT-യുടെ സ്റ്റാർട്ടിങ് 5250 വരും. സ്റ്റിംഗർ എന്ന് പറയുന്നത്. സ്റ്റിംഗർ എന്ന് പറയുന്ന മോഡൽ. പിന്നെ അവർക്ക് ഇവിടെ ഉള്ളതിൽ 600 ആണ് കൂടിയ മോഡൽ. 600 എന്ന് പറയുന്നത് നമ്മുടെ തണ്ടറാണ്. തണ്ടർ. തണ്ടറിൽ നമുക്ക് ഇതേപോലെ പെയിന്റിന്റെ ആ ഒരു ഗ്യാരണ്ടി കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ കാണാൻ നല്ല ലുക്ക് ഉണ്ട്. ഭയങ്കര ലുക്കാണ്. പക്ഷെ ഇതാണ് പ്രശ്നം എല്ലാം. പക്ഷേ ആക്സോർ പെയിന്റ് ഫെയ്ഡിന് അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഈ പെയിന്റ് പൊള്ളികളോ അങ്ങനെ പെയിന്റ് ഫെയ്ഡ് നമ്മൾ ഒരുപാട് നേരം എക്സ്പോസ് ചെയ്യരുത് ഒരിക്കലും ഒരു ഹെൽമെറ്റ്. അപ്പോഴാണ് നമുക്ക് പെയിന്റ് ഫെയ്ഡ് ആവുന്നത്. നമ്മൾ വെച്ചിട്ട് പോവാതിരിക്കുക, കൂടുതലും കയ്യിൽ വെക്കുക. നമ്മൾ അവിടെ കീപ്പ് ചെയ്ത് മണിക്കൂറുകളോളം വെക്കുമ്പോഴാണ് ഈ കൂടുതലും ചാൻസസ് വരുന്നത്. അതൊരു ഫൈബറിൽ വരുമ്പോഴാണ് നമുക്ക് ഫെയ്ഡ് വരുന്നത്. നമുക്ക് ഈ മോഡൽ ഈ NHKയുടെ ഈ മോഡൽ വന്നിട്ട് നമുക്ക് മാറ്റി ഫിനിഷും കാര്യങ്ങളും വരുന്നുണ്ട്. അത് ഓരോ പ്രാവശ്യം അവർ ചേഞ്ച് ചെയ്തോണ്ടിരിക്കും. ഓരോരിക്കൽ വരുന്ന ആ ഒരു സ്റ്റോക്കിനനുസരിച്ചാണ്. പിന്നെ ഇതൊക്കെ ബിൽമോളാണ്. ഇതൊക്കെ ബിൽമോളയാ. കുറച്ചുകൂടെ ഇപ്പൊ ഹോട്ട് സെല്ലിംഗ് മോഡൽസ് ആണ്. ഇത് 7200 ആണ്. ബിൽമോളാണ്. നല്ല ഷേപ്പാണ്. ഇത് EC ആണ്. EC സർട്ടിഫൈഡ് ആണ്. ഇതും നല്ല പാഡിങ്സ് ഒക്കെ വരുന്നതാണ്. ഇതും വാഷബിൾ ആയിട്ടുള്ള. നമുക്ക് ഇതിന്റെ സർട്ടിഫിക്കേഷൻ എങ്ങനെയാണ്? EC സർട്ടിഫൈഡ് ആണ്. EC സർട്ടിഫൈഡ്. ചേട്ടാ ഈ ബിൽമോളയില് നമുക്ക് നൈറ്റ് വിഷൻ നൈറ്റിലൊരു ഇതാണ് ആ മോഡൽ. ഇത് രാത്രി നിയോൺ ആയിട്ട് ഈ വൈറ്റ് പോർഷൻ ഫുള്ള് നിയോൺ ആയിട്ട് ഫുൾ തവണ. നമുക്കിത് 1 ഇയർ വാറന്റിയും കാര്യങ്ങളും എല്ലാം വരും. ഇതെങ്ങനെയാണ് പ്രൈസ് റേഞ്ച് വരുന്നത്? 7200. അവർക്ക് ഒരുപാട് മോഡൽസ് ഉണ്ട്. ഏകദേശം തീർന്നു. പിന്നെ സോളുണ്ട്. സോളും വരുന്നുണ്ട്. പക്ഷെ ഇപ്പൊ സോള് കാണിക്കാനായിട്ടില്ല. അവരൊരു 6 months ഒരിക്കലാണ് അവര് ഇമ്പോർട്ട് ചെയ്യുന്നത്. സോൾ ഒരു എന്താ പറയാ ഒരേ സെയിം പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു മോഡൽ. സോളിൽ 2 മോഡൽസ് ഉണ്ട്. 7090 ഒരു മോഡൽ വരും. അതില് ബാക്കിൽ ലൈറ്റ്സ് ഒക്കെ ഉണ്ടാവും. പിന്നെ അവരുടെ നോർമൽ വരുന്നത് 6200 ആണ്. ഇതൊക്കെ നമുക്ക് ഒരു 7,200 ആണ്. ഇതിൽ തന്നെ നമുക്ക് ബാക്കിൽ മറ്റേ ലൈറ്റ് വരുന്ന മോഡലൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. ഇത് മാത്രമേ ഉള്ളൂ. ഇതും വേറൊരു നെക്സ് എന്ന് പറയുന്ന ഒരു ഷെല്ല് മാത്രം. നെക്സ് കുറച്ചുകൂടെ റേഞ്ച് കൂടുതൽ. പക്ഷെ അത് രണ്ട് പ്രാവശ്യം വന്നിട്ട് ഒരു പ്രാവശ്യം അത് വന്നിട്ടുള്ളൂ. ഇനി അടുത്ത നെക്സ് ആണ് വരണമെന്നാണ് കേട്ടത്. അത് അവർക്ക് എങ്ങനെയാണോ അത് വരുന്നത് പ്രൊഡക്ഷൻ എങ്ങനെയാണോ ചെയ്യുന്നത് അതിന് കണക്കാക്കിയിട്ടാണ്. ഈ ഒരു മോഡൽ ഇതിന്റെ ഒരു സ്പെസിഫിക്കേഷൻസ് എന്താണ്? ഈ മോഡലിന്റെ ഈ 7000 ഇവർക്ക് മെയിൻ ആയിട്ട് ഗ്രാഫിക്സും ഈ സ്പോട്ടി സ്പോയിലറുമാണ് കൂടുതലും കസ്റ്റമറിനെ അട്രാക്ട് ചെയ്യുന്നത്. പിന്നെ കളർ അതാണ്. ഇത് പെയിന്റ് ഷെയ്ഡ് ആവുന്ന ഇഷ്യൂ വരുന്നു. അങ്ങനെ വരുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഏത് ഹെൽമെറ്റ് കൊണ്ട് നമ്മൾ വെയിലത്ത് വെച്ചാലും അല്ലാതെ വേറൊരു അങ്ങനെയൊന്നും വരുന്നില്ല നമുക്ക്. അല്ലാതെ പെയിന്റ് ഫെയ്ഡ് ഒന്നും. 1 ഇയർ വാറന്റി നമുക്ക് ഏതിനൊക്കെയാണ് വരുന്നത്? മാനുഫാക്ചറിംഗ് ഡിഫക്ട്സ് വരും. അല്ലാതെ എന്ത് നമുക്ക് ഇത് മറ്റേ ഡീലോക്ക് ആണോ? ഇത് ഡീലോക്ക്. ഇതേത് മോഡൽ ഏതാട്ടെ? ഇത് ബിൽമോളയുടെ റാപ്പിഡ് എസ് എന്ന് പറയുന്നത്. അത്യാവശ്യം ചേട്ടൻ പറഞ്ഞാല് യൂത്തിനൊക്കെ ഏറ്റവും കൂടുതൽ പോകുന്നുണ്ട് ബിൽമോള. ഇപ്പം ഏറ്റവും കൂടുതൽ ഇവിടെ ചെലവാകുന്ന ഒരു 18-20 ആ റേഞ്ചുള്ള ബോയ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ഹെൽമെറ്റ് എന്ന് പറയുന്നത് ആക്സോർ ആണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഈ സ്റ്റോറിൽ പോകുന്നത്. കാര്യം അത് ആ പ്രൈസിന് വാല്യൂ ഫോർ മണിയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ കസ്റ്റമറിന് എല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ കസ്റ്റമർ ഓട്ടോമാറ്റിക് ആയിട്ട് ആക്സോറിൽ തന്നെ. നമ്മൾ ആരെയും ഫോഴ്സ് ചെയ്യാറില്ല. അവർക്ക് ഇഷ്ടമുള്ള എടുക്കുക. ഇതിന്റെ വൈഫർ ഒക്കെ എങ്ങനെയാണ്? ഇത് നോർമൽ വൈഫർ മാത്രം വരുന്നുണ്ടോ? അല്ല, ഇവർക്ക് എല്ലാ കളേഴ്സും ഉണ്ട്. എല്ലാം അവൈലബിൾ ആണ്. ഇന്ത്യയിൽ എല്ലാം ഉണ്ട്, അവൈലബിൾ ആണ്. ഇതൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ ഇമ്പോർട്ടഡ് ബ്രാൻഡ്സ് ആണ്. നമുക്ക് ഇന്ത്യൻ ബ്രാൻഡ് എന്ന് പറയുന്ന സ്റ്റഡ് അങ്ങനത്തെ ആക്ച്വലി ഇന്ത്യൻ ബ്രാൻഡ്സ് ഈ ആക്സോർ എന്ന് പറയുന്നത് ഇമ്പോർട്ടഡ് ആണ്. പക്ഷെ അത് നമ്മൾ അവർ ഇമ്പോർട്ട് ചെയ്യുന്നത് വേഗ വഴിയാണ്. SMK സ്റ്റഡ്സ് വഴിയാണ്. പണ്ട് തൊട്ടേ ഉള്ള ഒരു ബ്രാൻഡാണ് ഈ SMK എന്നൊക്കെ. പണ്ട് തൊട്ടേ നല്ല ബ്രാൻഡാണ്. ഇപ്പം വന്നു തുടങ്ങിയതാണ് നമ്മുടെ MT. പണ്ട് തൊട്ടേ ഉണ്ട്. പക്ഷെ അവർ കുറച്ചുകൂടെ കളക്ഷൻസ് അപ്ഗ്രേഡ് ചെയ്ത് ഈ ഒരു സമയത്താണ്. നമുക്ക് ഇവിടെ ഒരു എയർവെന്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഒരു എയർവെന്റ് ആണോ ഇതിൽ വന്നിട്ടുള്ളത്? ഇതില് ഇവിടെ ഒരു എയർവെന്റ് ഉണ്ടാവും, ഇവിടെ ഒരു എയർവെന്റ് ഉണ്ടാവും, തിരിച്ചു പോകുന്ന ബാക്കിൽ ഒരു എയർവെന്റ് ഉണ്ട്. പക്ഷെ കാണാൻ എത്ര വർഷം ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരു സ്പോർട്ടി ആയിട്ടുള്ള ഒരു നല്ലൊരു സ്പോർട്ടി ബൈക്സ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് നമ്മുടെ. ഇതിൽ നമുക്ക് നോർമൽ ഹെൽമെറ്റ്സാണ് വരുന്നത്. നോർമൽ ഹെൽമെറ്റ്സ് നമുക്ക് സ്റ്റാർട്ടിങ് ഒരു 1000 തൊട്ട് ഉണ്ടാവും. ഫുൾ ഫേസ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ കവറിങ് വരുന്നത്. ഇതെല്ലാം
ISI മാർക്ക് വരുന്നതാണ് എല്ലാം. വേഗമുണ്ട്, സ്റ്റഡ്സും ഉണ്ട് നമ്മുടെ കയ്യിൽ. പിന്നെ ഇതിന്റെ സെയിം ഗ്രാഫിക്സ് മോഡലാണ് ഇത്. ഇപ്പോൾ പ്ലെയിൻ ഇഷ്ടമല്ലാത്തവർക്ക് ഗ്രാഫിക്സ് ഉണ്ടാവും. പിന്നെ അതേപോലെ ഹാഫ് ടൈപ്പ് ഹെൽമെറ്റ്സ് ഉണ്ടാവും. ലേഡീസ് കൂടുതൽ യൂസ് ചെയ്യുന്ന ഹാഫ് ടൈപ്പ് ആണ്. പക്ഷെ എനിക്ക് പറയാനുള്ള ഹാഫ് ഫേസ് ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നത് നമ്മളൊരു ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കൊരു പ്രൊട്ടക്ഷൻ ആണ്. ഒരിക്കലല്ല. പക്ഷെ നമ്മളൊരു ലേഡി കസ്റ്റമറുടെ അടുത്ത് നമുക്ക് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. അവരുടെ അല്ല ഞാൻ പറയുന്നത് ചില എന്താ പറയാ മെൻസും ഏറ്റവും കൂടുതൽ സേഫ് ഫുൾ ഫേസ് ഹെൽമെറ്റ് ആണ്. പക്ഷെ കൂടുതൽ ലേഡീസ് കസ്റ്റമർ ഇതൊക്കെ നമ്മുടെ കിഡ്സിന്റെ ആണല്ലേ? അല്ല, ഇത് ജെറ്റ് സ്റ്റാർ എന്ന് പറയുന്ന മോഡൽ ഈ ബുള്ളറ്റ് അങ്ങനത്തെ റൈഡേഴ്സ് യൂസ് ചെയ്യുന്നതാണ്. ഇങ്ങനത്തെ ടൈപ്പൊക്കെ കിഡ്സിന്റെ ആണ്. കിഡ്സിന്റെ ISI വരുന്നതാണ്. ഇത് സ്റ്റഡ്സ് തന്നെയാണ്. കിഡ്സിനുള്ളതിന് പല സൈസ് വരും. ഇത് 950 ഇത് നല്ല ക്വാളിറ്റി ഉള്ള എനിക്ക് ഇത് സ്റ്റഡ്സിന്റെ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ്. കൊച്ചുകുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു മോഡൽ. നല്ലൊരു കളർ. ഇത് നമുക്ക് കിഡ്സിന്റെ സ്റ്റഡ് മാത്രമേ നല്ലൊരു ബ്രാൻഡ് വരുന്നുള്ളൂ. വേഗമുണ്ട്, വേഗയ്ക്ക് ഫുൾ ഫേസ് ഉണ്ട്, ഹാഫ് ഫേസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവർക്ക് ഈ കളർ കോമ്പിനേഷൻസ് ഇല്ല. ഒരു പ്ലെയിൻ കളർ. ഇതൊക്കെ SMK ആണ്. ഇതെല്ലാം നാലും ഒരു ഗ്ലോസി ടൈപ്പും ബാക്കി ഇതൊക്കെ പുതിയ മോഡലാണ്. സ്റ്റെല്ലർ തന്നെ അതിന്റെ പുതിയ പെയിന്റ് സ്കീമാണ്. ഇത് നല്ല പാഡിങ്ങും വാഷബിൾ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ സെയിം തന്നെ. ഇതെങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഇത് ഇപ്പം അവരുടെ റേറ്റ് 4300 ആണ് MRP. ഇത് സിംഗിൾ വൈസറാണ്. സിംഗിൾ വൈസർ. പിന്നെ ഉള്ളത് ആക്സറീസ് ആണ്. നമുക്ക് ഒരു വണ്ടിക്ക് ആവശ്യമുള്ള എല്ലാ ആക്സറീസ്, മിറർ, പിന്നെ അതേപോലെ റിംഗ് ലൈറ്റ്, ഇതൊക്കെ 350 ആ റേഞ്ച്. ഇത് മാക്സിമം നമ്മുടെ ഈ സ്റ്റഡിന്റെ ഹെൽമെറ്റ്സിൽ യൂസ് ചെയ്യുന്നവര് ഇത് എല്ലാ കസ്റ്റമറും ഇതിനൊരു സ്പോയിലർ വരും. അങ്ങനെ ഒരുപാട് ഇതേപോലെ ആക്സറീസ് വരും. എല്ലാരും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് ജാക്കറ്റ്സ് ഒക്കെ എങ്ങനെയാണ്? ജാക്കറ്റ്സ് ഞാൻ ഡീലറായിട്ടുള്ള XDA ആണ്. XDAയുടെ എല്ലാ കളക്ഷൻസും എൻ്റെ കയ്യിലുണ്ട്. ഇത് സ്റ്റാർട്ടിംഗ് ആണ്. ഇത് 5299 വരും. ഇത് ലെവൽ 1 പാഡിംഗ് ആണ് വരുന്നത്. അപ്ഗ്രേഡബിൾ ആണ്. ലെവൽ 2 അതിന് നിങ്ങൾക്ക് ഒരു 850 to 1000 അകത്തേ വരത്തുള്ളൂ. ലെവൽ 2 ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാം. ഇതൊക്കെ ലെവൽ 2 ആണ്. ഇത് 7000 വരും. ഇതൊരു ഹുഡി ടൈപ്പ് വരുന്നതാണ്. ഇതും പാഡിംഗ് ഉള്ളതാണ്. ഇത് ലെവൽ 2 ആണോ? ഇത് ലെവൽ 1 ആണ്. ഇതിന് നമുക്ക് ഒരു എന്താ പറയുക ജാക്കറ്റ് എടുക്കുമ്പോൾ സൈസ് എങ്ങനെയാണ്? ഇതിൽ നമുക്ക് നോർമലി ഒരു കസ്റ്റമർ ഇട്ട് നോക്കുക. നോർമലി നമ്മുടെ ഷർട്ട് സൈസ് തന്നെയാണ്. പക്ഷെ നമ്മൾ കൂടുതലും പാഡിങ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഈ പാഡിങ്ങും പ്രോപ്പറായിട്ട് കറക്റ്റ് പൊസിഷനിലിരിക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഏതാണ്. പാഡിങ്സിൽ നമുക്കിപ്പോൾ ഒരു ലെവൽ 2 ആണോ ലെവൽ 1 ആണോ നല്ലൊരു ക്വാളിറ്റി ഉള്ള പാഡിംഗ്? ലെവൽ 2 എക്സ്ട്രാ വരുന്ന പാഡിങ്സിന് ഡിഫറൻസ് എന്താണ്? ലെവൽ 2 ഇപ്പൊ നമുക്കിപ്പോൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം ഈ പാഡിങ്ങിന് വ്യത്യാസം. കുറച്ചുകൂടെ മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ആയിരിക്കും. നമുക്ക് ഒരു നല്ലൊരു ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മള് സേഫ്റ്റി എന്നുള്ള ഒരു ഇത് പോകുമ്പോൾ ലെവൽ 2 എടുക്കുന്നത് ലെവൽ 2 ആണ്. പിന്നെ ഈ ഇപ്പൊ പറഞ്ഞാല് ഈ കൊച്ചു പയ്യന്മാർക്കൊന്നും അധികം പേയ്മെന്റ് ഒന്നും ഉണ്ടാവില്ല കാശ്. അപ്പൊ അവര് കൂടുതലും വന്ന് ഇത് എടുത്തിട്ട് പോകും. പിന്നെ കാശ് കിട്ടുമ്പോഴത്തേക്ക് ലെവൽ 2 ആകും. അപ്ഗ്രേഡബിൾ ആയിട്ടുള്ള. പിന്നെ ഈ വാറന്റി ഇതെല്ലാം വാറന്റി ഒക്കെ വരുന്നതാണ്. നമുക്ക് 1 year ആണ് വാറന്റി. കുറച്ചുകൂടെ എന്താ പറയുക സ്പോർട്ടി ആയിട്ടുള്ള ഒരു ലുക്കിംഗ്. അതെ. ഇത് പക്ഷേ വൈറ്റ് ആണ്. ഇതെല്ലാം നമുക്ക് വാഷബിൾ ആണ്. നമുക്ക് വാഷിംഗ് മെഷീനിലിട്ട് തന്നെ വാഷ് ചെയ്യാൻ പറ്റും. നോർമലി ഗ്ലൗസ് സ്റ്റാർട്ടിംഗ് റേഞ്ച് 400 ആ റേഞ്ചാ വരിക. പ്രോ ബൈക്കർ എന്ന് പറയുന്ന ബ്രാൻഡാ. പിന്നെ BSDDP എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഉണ്ട്. ഇത് വാട്ടർ പ്രൂഫ് ഗ്ലൗസ് ആണ്. ഇതൊരു 1000 രൂപീസിനകത്ത് ഫുള്ളി വാട്ടർ പ്രൂഫ് ആണ്. അത്യാവശ്യം കൊള്ളാവുന്ന ഒരു പാഡിംഗ്. എനിക്ക് പ്രോ ബൈക്കർ അത്രയ്ക്ക് ഒരു പാഡിംഗ് അത് നോർമൽ യൂസ് 6 months യൂസിനൊക്കെ കൊള്ളാം. വേറെ പിന്നെ നമുക്ക് XDAയുടെ ഉണ്ട്. XDA വരുമ്പോൾ ഒരു 2599 ആ റേഞ്ച് വരും. ഇത് കുറച്ചുകൂടെ പിന്നെ അവർക്ക് ഒരു ഈ നമ്മുടെ മഴയൊക്കെ സ്ക്രീൻ തുടച്ച് കളയാൻ വേണ്ടി ഒരു വൈപ്പറും കൂടെ അവരാണ്. ഇതിലുണ്ട് നമുക്ക് ഹെൽമെറ്റിന്റെ വൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റ്. കൂടെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു മോഡലായിട്ട് എനിക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു മോഡൽ. ഇതെങ്ങനെയാണ് റേഞ്ച് വരുന്നത്? ഇത് 2599.
ഈ ബാഗൊക്കെ പാഡിംഗ് ബാഗ് ഇതൊക്കെ റൈഡിംഗ് ബാഗ് 2500 ആണ് സ്റ്റാർട്ടിങ് ഉള്ളത്. ഇത് 3 ബ്രാൻഡാണോ അത്? അതെ, 3ഉം ആക്ച്വലി ഇത് ചൈന മെയ്ഡാണ്. ഇത് അവര് ജസ്റ്റ് ഒരു നെയിം ഇതിന് വേണ്ടി എല്ലാ ബ്രാൻഡ്സിന്റെ ഉണ്ട്. യമഹ ഉണ്ട്, KTM ഉണ്ട്. എല്ലാം ഇത് ചൈനീസ് ആണ് തന്നെ. പിന്നെ ഇതിന്റെ OG എന്ന് പറയുന്ന ഒറിജിനൽ ഉണ്ട്, പക്ഷെ അത് കുറച്ച് കോസ്റ്റ്ലി ആണ്. പിന്നെ വരുന്ന ഗ്ലൗസ് നമ്മുടെ ഷീൽഡ് ഉണ്ട്. ഷീൽഡ് കുറച്ച് വേരി ആയിട്ട മോഡലാണ്. ഷീൽഡിന്റെ ഉണ്ട്. നമുക്ക് ആ ഒരു പ്രൈസ് റേഞ്ച് 4000 ആ റേഞ്ച് വരുന്നതാണ്. അതാണ് പ്രൈസ് റേഞ്ചിങ് വരുന്നതോടും ഇതാണ് ആ ഒരു ലുക്ക് വേണം. ഇത് കുറച്ചുകൂടെ വൈപ്പർ എന്ന് പറയുന്ന മോഡലാണ്. ഇതെങ്ങനെയാണ് റേഡിംഗ് വരുന്നത്? ഇതും നല്ല ഇതിപ്പോ ഫുൾ ഗോർണറ്റ് എന്ന് പറയും, ഫുൾ വരുന്ന സാധനമാണ്. ഇത് അത്യാവശ്യം നല്ല മൂവ്മെന്റ് ഉണ്ട്. ഇത് 4000 വരുന്ന MRP. നമ്മളൊരു നല്ലൊരു ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ലത് യൂസ് ചെയ്യുന്നതായിരിക്കും. ഒരു ആവറേജ് ഒരു നല്ലത് മേടിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാം. ഇത് രണ്ട് സെയിം റേഞ്ച് ആണ് വരുന്നത്. സെയിം റേഞ്ച് ആണ്, കളറിൽ വ്യത്യാസമാണ്. പിന്നെ ഇവർക്ക് ഇതിന്റെ കൂടിയതുണ്ട് 5200. അത് കങ്കാരു എഡീഷൻ എന്ന് പറയാം. അവര് ഈ ഗാർഡൊക്കെ അതിൽ ചേഞ്ച് ആയിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ പാഡിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് അത് കാണുമ്പോൾ തന്നെ അറിയാം. ബാഗും കൂടെ ഉണ്ട്. ഇതെങ്ങനെയാണ് പ്രൈസ് റേഞ്ച്? ഇത് 2500 വരും. ഇതെങ്ങനെയാണ് ലിറ്റർ നമുക്ക് സ്റ്റോറേജ് കപ്പാസിറ്റി? ഇത് ആക്ച്വലി ഇത് 2 സൈസസ് ഉണ്ട്. ഇത് നോർമൽ നമുക്ക് ഒരു സൈസ് വരുന്നത്. ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സൈസ് ആണത്. ഇത് നോർമൽ സൈസ് ആണ്. ഇത് 2500. ഇത് ഒരുപാട് പോകുന്ന ഒരുപാട് ട്രാവൽ ചെയ്യുന്നവര് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നത്. നല്ല സ്പോട്ടി ആയിട്ട് നമുക്ക് ഇരുന്ന് പോകുമ്പോഴും ബാക്കിൽ കറക്റ്റ് ഷേപ്പിൽ. നമ്മൾ ഈ ബാഗ് യൂസ് ചെയ്യുന്നതിന്റെ അതിന്റെ ഒരു യൂസ് ഉണ്ടോ? നമ്മൾ ക്യാരി ബാഗ് യൂസ് ചെയ്യുന്നത് നമ്മൾ റൈഡ് പോകുമ്പോഴത്തേക്ക് നമുക്ക് എന്താ പറയാ, ഇപ്പൊ ഒരുപാട് വലിയ ട്രാവൽ ബാഗ് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മളെക്കാളും വലുതായിരിക്കും. ഇത് നമ്മുടെ ഷോൾഡറും എയർ വേക്ക് പിടിക്കുന്നതൊക്കെ കറക്റ്റ് ആയിരിക്കും. നമ്മൾ കംഫർട്ട് ആയിട്ടിരിക്കും. പിന്നെ ഇതൊക്കെ നമ്മുടെ ആക്സസറീസ് ആണ്. ഇതൊക്കെ എങ്ങനെയാണ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ? ഇതൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് സ്റ്റാർട്ടിങ് 150 തൊട്ട് പെയർ അവൈലബിൾ ആണ്. പക്ഷെ ഇതിന്റെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ക്വാളിറ്റി വളരെ ലോക്കൽ ക്വാളിറ്റി ആയിരിക്കും. ഈ ബ്രാൻഡ് കുറച്ച് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഇതൊരു 400-450 ആ റേഞ്ച് വേഗം നമുക്ക് എന്താ പറയാ, ഈ റബ്ബറാണ് കൂടുതലും പോകുന്നത്. ഈ കട്ടറിലൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് ഈ റബ്ബർ പൊട്ടിപ്പോകും. അതാണ് ആ ക്വാളിറ്റിയിൽ വ്യത്യാസം വരുന്നത്. ഇത് കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി, കുറച്ചുകൂടെ കിടക്കും. പിന്നെ അതേപോലെ KTM-ന്റെ ഉണ്ട്. KTM ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. നോർമൽ അല്ലാതെ യൂണിവേഴ്സൽ ടൈപ്പ് ഇഷ്ടം പോലെ ഉണ്ട്. ഒരുപാട് പാറ്റേൺ ഉണ്ട്. ഇതൊക്കെ അഡ്ജസ്റ്റബിൾ റിവേഴ്സ് ആണ്. ഇത് അഡ്ജസ്റ്റബിൾ റിവേഴ്സ് ആണ്. അഡ്ജസ്റ്റബിൾ റിവേഴ്സ് നമുക്ക് ഓരോ വണ്ടിയുടെ ഓരോ മോഡലിനും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എനിക്കിപ്പോ കേട്ടുള്ളത് നമ്മൾ ഈ ചെയിൻ അങ്ങനത്തെ കുറെ ബ്രാൻഡുകൾ ചെയിൻ ലൂബും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെയിൻ ലൂബ് എനിക്ക് ഇവിടെ 3-4 ബ്രാൻഡ് ഉണ്ട്. ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരുന്നത് മൂട്ടൂളാണ്. പിന്നെ അതിനുശേഷം പോയിക്കൊണ്ടിരുന്നത് നോസിൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ഇത് രണ്ടുമാണ് പോയിക്കൊണ്ടിരുന്നത് ഇത്രയും നാൾ. പക്ഷെ ഇപ്പം ഒരു പുതിയൊരു ലോഞ്ച് TRM ലൂബ് എന്ന് പറഞ്ഞ് ഒരു പുതിയൊരു ചെയിൻ ലൂബ് വന്നു. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലതുപോലെ പോകുന്നുണ്ട്. കാര്യം ഇത് ഫുള്ളി സിന്തറ്റിക് ആണ്. ഡസ്റ്റ് അതൊന്നും ഇരിക്കില്ല. ഇത് ചെയിൻ ലൂബ് വന്നിട്ട് 185, ചെയിൻ ക്ലീൻ 195 റേറ്റ് വരുന്നത്. 150 ml. ഇതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലും പോകുന്നത്. പിന്നെ അതേപോലെ നമുക്കിപ്പോൾ ചെറിയ സ്ക്രാച്ച് ഒക്കെ ആയാലും പോകാനായിട്ട് ലിക്വിഡ് വാക്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. 3M-ന്റെ ആണ്. ഇതെങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഇത് 153 rupees വരും. ഇതെങ്ങനെയാണ് ജസ്റ്റ് നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് വാക്സ് കൊണ്ട് തന്നെ ബനിയൻ ക്ലോത്തോ വാക്സ് പോലെ ബനിയൻ ക്ലോത്ത് തുടച്ചെടുത്താൽ. ചെറിയ സ്ക്രാച്ചസ് എന്ന് പറയുമ്പോൾ പെയിന്റ് കട്ടായി പോകുന്നല്ല, സാധാരണ നമ്മുടെ ചെറിയ സ്ക്രാച്ചുകളൊക്കെ ആണ്. അതെങ്ങനെയാണ് നമുക്ക് ബോഡി സ്റ്റീൽ പാർട്സിന് മാത്രമാണ്? മെറ്റൽ പാർട്സ് അല്ല, ബോഡി പാർട്സിന് മാത്രമേ. പിന്നെ അതേപോലെ എല്ലാ വണ്ടികളുടെയും എഞ്ചിൻ ഓയിൽ അവൈലബിൾ ആണ്. സൂപ്പർ ബൈക്സ് ആണെങ്കിലും എഞ്ചിൻ ഓയിൽ ചേട്ടാ ഇപ്പൊ പ്രിഫർ ചെയ്യുന്ന നല്ലൊരു ബ്രാൻഡ് എഞ്ചിൻ ഓയിൽ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ചെയ്യുന്നത് മോട്ടൂളാണ്. കൂടുതലും കസ്റ്റമർ ഇവിടെ പ്രിഫറൻസ് മോട്ടൂളാണ്. അതുകൊണ്ടാണ് മോട്ടൂളിന് 2-3 അതായത് നോർമൽ ഓയിൽ ഉണ്ട്, സെമി സിന്തറ്റിക് ഉണ്ട്, ഫുള്ളി സിന്തറ്റിക് ഉണ്ട്.
അതിന് ഡിഫറൻസ് എന്താണ്? സെമി സിന്തറ്റിക്കിന്റെ ലൈഫ് എന്ന് പറയുന്നത് ഒരു 5000 കിലോമീറ്റേഴ്സിന് താഴെ കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത്. സിന്തറ്റിക് ആണെങ്കിൽ 10,000 കിലോമീറ്റർ. പ്രൈസ് റേഞ്ച് എങ്ങനെ ഡിഫർ ചെയ്യുന്നത്? ഇപ്പൊ KTM-നൊക്കെ ആണെങ്കിൽ 1255 ആണ് അവരുടെ 1.5 ലിറ്റർ അവർക്ക് ഫുള്ളി സിന്തറ്റിക്. 1.3 ആണ് അവരുടെ കപ്പാസിറ്റി. പിന്നെ ഒരു 5000 കിലോമീറ്റർ കഴിഞ്ഞ് അവർക്ക് ടോപ്പ് അപ്പ് ചെയ്യാനും ബാക്കിയുണ്ട്. R15 1 ലിറ്റർ ആണ്. അതിനുള്ളതും സെമി സിന്തറ്റിക് ഉണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ ബഡ്ജറ്റ് ആണ് ആൾക്കാരുടെ പ്രശ്നം. അപ്പൊ അതെങ്ങനെയാണോ അവർ അതിനനുസരിച്ച് മേടിക്കാറുണ്ട്. പക്ഷെ മോട്ടോൾ നല്ലൊരു ബ്രാൻഡാണല്ലേ? എനിക്ക് കൂടുതലും കസ്റ്റമർ മോട്ടോളാണ്. അതാണ് ഞാൻ മോട്ടോൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. അതാണ് ഞാൻ വേറെ ഒന്നും ഇതുവരെ എടുത്തിട്ടില്ല. നമ്മുടെ ചാനൽ വീഡിയോ കണ്ടുവരുന്ന സബ്സ്ക്രൈബേഴ്സിന് നല്ല രീതിക്ക് ഡിസ്കൗണ്ട് ചേട്ടൻ കൊടുക്കാൻ അശ്വിൻ ചേട്ടൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും എന്താ പറയുക വീഡിയോ കണ്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ഹെൽമെറ്റ് കാര്യങ്ങൾ എല്ലാ ബൈക്കിൻ്റെ ആക്സസറീസും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ എന്ത് ആക്സസറീസ് കാര്യങ്ങൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ അശ്വിൻ ചേട്ടൻ്റെ നമ്പറും അവരുടെ ഇൻസ്റ്റാ പേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മോട്ടോടെക് ടീമിൻ്റെ വകയായിട്ട് വരുന്നവർക്ക് നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളും അല്ലാതെയും കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് NHK, AX4, SMK അങ്ങനെ പല ബ്രാൻഡുകളുടെയും എല്ലാ ഒരുവിധം നമ്മൾ എന്താ പറയുക അറിഞ്ഞിരിക്കുന്ന എല്ലാ ബ്രാൻഡുകളുടെയും ഹെൽമെറ്റ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നല്ല മോഡൽസും കുറച്ച് കളക്ഷൻസും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. സൈനിങ് ഓഫ്, അഭിനവ്.